നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ കായിക മേളയിലേക്ക് ക്ഷണിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് ഉടൻ തന്നെ ശിവൻകുട്ടി പറഞ്ഞൊരു മറുപടി, സുരേഷ് ഗോപിയെ വിളിക്കുന്നില്ല, കാരണം ഇവിടെ വന്ന് കുട്ടികളുടെ തന്തക്ക് വിളിച്ചാലോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ശിവൻകുട്ടി പറഞ്ഞത്. അതോടൊപ്പം ശിവൻകുട്ടി പറയുന്നത് കേരളത്തെ വലിയ രീതിയിൽ സുരേഷ് ഗോപി അപമാനിച്ചു, തന്തയ്ക്ക് വിളിച്ച് അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ആരെയാണെന്നുള്ളത് കൃത്യമാണ്. അത് പലപ്പോഴായിട്ട് പല രീതിയിലായിട്ട് നമ്മൾക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന വിഷയങ്ങളിൽ നിന്ന് ബോധ്യപ്പെടും. നിരന്തരമായിട്ട് അദ്ദേഹം മത്സരിക്കുന്നതിന് മുന്നും അദ്ദേഹത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടു ചാടിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ അവരിപ്പോഴും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തും ഈ വിമർശകരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരന്തരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറുള്ള ആളുകൾ അദ്ദേഹത്തിന് പുറകിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല, ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖത്തേറ്റ അടി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത്. സംസ്ഥാന കലോത്സവത്തിൽ വിജയിച്ച അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനമായിട്ട് എ ഗ്രേഡ് നേടി അതോടൊപ്പം തന്നെ ബി ഗ്രേഡും നേടിയിട്ടുള്ള കുട്ടികൾക്ക്, തൃശ്ശൂരാണ് സ്വർണ്ണക്കപ്പ് നേടിയത്, ഒന്നാം സ്ഥാനത്തെത്തിയത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഈ ഒരു സുദിനത്തിൽ സുരേഷ് ഗോപി ഈ പറയുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രധാനമായിട്ട് എ ഗ്രേഡ് നേടിയ ബി ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ എല്ലാവരെയും വിളിച്ച് അവിടെ വെച്ച് തൃശ്ശൂരിൽ തന്നെ ടൗൺ ഹാളിൽ വെച്ച് അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ഈ അദ്ദേഹം നൽകുന്ന ഉപഹാരം വാങ്ങിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് വന്നിക്കുന്ന ഒരു കാഴ്ച നിരവധി കുട്ടികൾ, അത് ഒരാളോ രണ്ടാളോ അല്ല, നിരവധി കുട്ടികൾ ഇത് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ശിവൻകുട്ടിയെ ആണോ അല്ലെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞ വാക്കിനെ ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്ന സമയത്ത് 1% പോലും ഈ സുരേഷ് ഗോപിയെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കളോ കുട്ടികളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, അദ്ദേഹം ഈ പറയുന്ന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ, മിമിക്രി വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ ഒരു കുട്ടിക്ക്, വീടില്ലാത്ത കുട്ടിയാണ്, 4.5 ലക്ഷം രൂപ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ ചെറിയൊരു പ്രശ്നങ്ങൾ കാരണം ആ പണം ഇപ്പോൾ അവർക്ക് എത്തിയിട്ടില്ല. ഉടൻ തന്നെ എത്തുമെന്ന് ഈ കലോത്സവത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. ആ ദിവസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തയ്യാറായിരുന്നത്. പക്ഷേ കുടുംബത്തിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഉടൻ തന്നെ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്കുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള MP ആയ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നിരവധി അദ്ദേഹം സഹായിച്ചിട്ടുള്ള കുട്ടികളുടെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം സാമൂഹിക പ്രവർത്തനത്തിൽ, കാരുണ്യ പ്രവർത്തനത്തിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. ഈ ശിവൻകുട്ടി എത്ര വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കതറിയില്ല. അദ്ദേഹം MLA ആയിട്ടും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാനായിട്ട് തയ്യാറായി വന്നിരിക്കുന്ന രീതി തന്നെയായിരുന്നു കുട്ടികളുടെ തന്തക്ക് സുരേഷ് ഗോപി ഇവിടെ വന്ന് വിളിച്ചാലോ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ ആ ഒരു പ്രസ്താവനയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടിയാണ് തൃശ്ശൂരിൽ കലോത്സവത്തിൽ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം. ഇപ്പോ ശിവൻകുട്ടി നിയമസഭയിൽ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം മ്ലേച്ഛമാണെന്നത് നമ്മൾക്കറിയാം. ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ളൊരു വിഷയത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു പ്രതിഷേധത്തിൽ എത്രത്തോളം വലിയ രീതിയിൽ മുണ്ടെല്ലാം പൊക്കി കാണിച്ച് അല്ലെങ്കിൽ പൊക്കി കുത്തി പൂർണ്ണമായിട്ടും എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ, ഇവരെല്ലാം വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിച്ച ജനങ്ങളെ എത്രത്തോളം മോശക്കാരാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊരു നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹം അവിടെ കാണിച്ചത്. അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ തള്ളി മാറ്റുന്നു, അങ്ങനെ നീക്കുന്നു പല കാര്യങ്ങൾ. പിന്നെ ഈ ഒരു കേസ് കോടതിയിൽ നിന്ന് കോംപ്രമൈസ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ ഇത് തീർപ്പാക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ ഇവർ കാണിച്ചിരുന്നു. അതിപ്പോഴും ആ കേസ്
കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം വലിയ രീതിയിൽ അപമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള കലാപരിപാടികൾ നിയമസഭയിൽ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതുപോലെ സുരേഷ് ഗോപിയെ പോലെ വലിയ തരത്തിൽ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ജാതി മത സംവിധാനങ്ങൾക്കും എല്ലാം ഉപരിയായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ഇതുപോലെ അധിക്ഷേപിക്കാനുള്ള മനസ്സ് എങ്ങനെ ഈ പറയുന്ന ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കി കാണേണ്ടത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ എല്ലാം രാഷ്ട്രീയ സംസ്കാരമാണ് ഈ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾക്കറിയാം നിരന്തരമായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളിലാണ് അദ്ദേഹത്തെ കൊണ്ട് ചാടിക്കാനായിട്ട് ഇവന്മാർ നിരന്തരമായിട്ട് ശ്രമിച്ചത്, ഏതെല്ലാം വിഷയങ്ങൾ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകയെ തോളിൽ കൈവച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എത്രത്തോളം നീചമായിട്ടുള്ള രീതിയിലുള്ള കേസുകളൊക്കെയാണ് എടുത്തത്. അതോടൊപ്പം ലൂർദ് മാതാ പള്ളിയിൽ തൃശ്ശൂരിൽ അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം നൽകിയപ്പോൾ അത് ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് ഗോപി എന്നുള്ള രീതിയിലേക്ക് വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കും. അങ്ങനെ നിരന്തരമായിട്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു വോട്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ചെയ്തത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് 75,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒരു വമ്പൻ വിജയം അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ ഇടത് വലത് രാഷ്ട്രീയ കോൺഗ്രസിനോടും LDFിനോടും അതോടൊപ്പം ഇവിടെയുള്ള സുഡാപ്പി ഭീകരന്മാരോടൊക്കെയുള്ള പ്രതിഷേധം അത് ശക്തമായിട്ട് വോട്ടിലൂടെ രേഖപ്പെടുത്തിയത് തൃശ്ശൂരിലെ BJPയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറി എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം വലിയ രീതിയിൽ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ നടത്തിപ്പോരുന്ന പ്രസ്താവനകൾ അവരുടെ നിലവാരം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം പോലെ തന്നെയായിരുന്നു വിദ്യാർത്ഥികൾ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ആ അനുമോദനവും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സമ്മാനവും വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാല് തൊട്ടി വന്നിക്കുന്ന ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2021 അദ്ദേഹം ആരംഭിച്ചൊരു സംഭവമായിരുന്നു വിഷുവിന് കൈനീട്ടം കൊടുക്കുന്ന ഒരു സംഭവം. അത് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു പോരുന്ന ഒരു കാര്യമാണ്. അതിനെ പോലും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കലാപരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും ആദരവും ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളടക്കം കാണിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അത് തുടരുമെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2021 വിഷുവിന് ആരംഭിച്ച അല്ലെങ്കിൽ വിഷുവിന് മുന്നോടിയായിട്ട് ആരംഭിച്ച കൈനീട്ടം ഈ പറയുന്ന പരിപാടിയിലും അദ്ദേഹം ഈ വർഷത്തെ തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൈനീട്ടം നൽകിയിട്ടാണ് ഈ ഒരു പരിപാടി അദ്ദേഹം അവിടെ ഈ കുട്ടികളെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് അവസാനിപ്പിച്ചതെന്നുള്ളത് നമ്മൾ ആ ഒരു സംവിധാനത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജനകീയനായിട്ടുള്ള ഒരു MP, കേന്ദ്രമന്ത്രി, ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെയാണ് ഇന്ന് മാതൃകയായിട്ടുള്ളതെന്ന് തർക്കമില്ല.